നമ്മുടെ കോളേജും കഴിഞ്ഞു, പഠിത്തവും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പം നമുക്കൊന്നും ഇനി ഓണപരിപാടി ഇല്ല. അപ്പോൾ ആഘോഷിക്കുന്നവരെങ്കിലും ആഘോഷിക്കട്ടെ. അപ്പോൾ ചിക്കുവിൻ്റെ കൂടെ തൃപ്പൂണിത്തുറ വരെ ഒന്ന് പോവാണ്. അവൾക്ക് ഓണപരിപാടി ആയതുകൊണ്ട് കുറേ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് ബ്ലൗസ് ആയിരുന്നു ആവശ്യം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലീല സ്റ്റോറിലൊന്ന് കയറി. ലീല സ്റ്റോറിൽ കയറിയപ്പോൾ വലിയ കളക്ഷൻ കമ്മിയായിരുന്നു. അപ്പം നമുക്ക് വിചാരിച്ച സാധനം കിട്ടിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴത്തേ നമ്മുടെ വൈബിലൊരു ചെക്കൻ. അവൻ അവിടുത്തെ സ്റ്റാഫാണ്, എങ്കിലും നമ്മുടെ നല്ല കമ്പനി ആയിരുന്നു, നല്ല ചെക്കനായിരുന്നു, പെട്ടെന്ന് കമ്പനി. ഈ ഗേൾസിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ, നമ്മൾ ഒരു കടയിൽ ഒരു സാധനം വാങ്ങിയിട്ട് ഇറങ്ങുമല്ലോ, നമ്മളൊരു മിനിമം ഒരു 5 കട അല്ലെങ്കിൽ ഒരു 6 കടയെങ്കിലും കയറി ഇറങ്ങണം. അതാണ് നിയമം. നല്ല തിരക്കുണ്ടായിരുന്ന റൂട്ടിൽ അവൾ എൻ്റെ കൈവിടാതെ അങ്ങനെ പിടിച്ച് നടക്കുവാണ് കേട്ടോ. 4 കട കയറി ഇറങ്ങിയിട്ടും ചിക്കുവിന് ബ്ലൗസ് കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യാനാ, ഞാൻ പറഞ്ഞില്ലേ മിനിമം നമുക്കൊരു 6 കട, അതാണ് ലക്ഷ്യം. അടുത്തത് നമ്മൾ പോയത് ചിക്കുവിന്റെ എക്സ് ഷോപ്പിലേക്കാണ്. എക്സ് ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് മുൻപ് വർക്ക് ചെയ്തിരുന്ന ഷോപ്പ്, അതാണ് എക്സ് ഷോപ്പ്. ഞാൻ അവിടെ മെയിനായിട്ട് പോയത് എൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവളോട് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറ്റിച്ചിരിക്കുമായിരുന്നു, പാവം പെട്ടു. കടയിൽ വന്നാൽ നമ്മൾ എന്തെങ്കിലും എടുക്കണമെന്നാണല്ലോ, അതുകൊണ്ട് തന്നെ വെറുതെ നിൽക്കേണ്ടതെന്ന് എഴുതി കുറേ ഡ്രസ്സുകളൊക്കെ നോക്കി. അത് കഴിഞ്ഞ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ ദേ നിറച്ച് ചെണ്ടുമല്ലി, വാവ് എന്ത് ഭംഗിയല്ലേ എല്ലാം കാണാൻ. ഇപ്പോഴും നമുക്ക് ബ്ലൗസ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് നല്ല വിശപ്പായി നമ്മൾ ഒരു സ്മൂത്തിയിൽ കയറി. ഇവിടെ ഏതെടുത്താലും 50, 60, ഏത് ഷേക്ക് കുടിച്ചാലും 50 രൂപയുള്ളൂ. അപ്പൊ നമ്മൾ ലാഭത്തിൽ കയറി അങ്ങ് കഴിക്കാൻ വന്നതാ. ദേ ഈ കാണുന്ന ബർഗറൊക്കെ വെറും 60 രൂപയുള്ളൂ. അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയും നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ 6ാമത്തെ കടയാണ് കയറിയത്. 6ാമത്തെ കടയിൽ കയറിയപ്പോൾ നമുക്ക് വിചാരിച്ച സാധനം കിട്ടി. ബില്ല് പേ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തൃപ്പൂണിത്തുറയിലെ കാർണിവൽ നടക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് പോയി കണ്ടിട്ട് വരാന്ന് കരുതി നേരെ അങ്ങോട്ട് പോയി. ഇവളാണെങ്കിൽ യന്ത്ര ഊഞ്ഞാല് കയറാന്ന് പറഞ്ഞിരിക്കുക. എനിക്കാണ് നല്ല പേടിയാ. ഞാൻ ഈ കാണുന്ന കാറ് നോക്കി നിന്ന് കുറച്ചു നേരം. ഞാൻ നോക്കുമ്പോൾ ദേ ചിക്കു പെർഫ്യൂം ഒക്കെ വാങ്ങുന്നു. അങ്ങനെ പെർഫ്യൂം എല്ലാം മേടിച്ചു. അത് കഴിഞ്ഞ് നേരെ അവള് വഞ്ചിയിൽ കയറണം പറഞ്ഞിട്ട് എന്നെയും പിടിച്ചോണ്ട് പോയത്. എനിക്കാണ് നല്ല പേടിയായതൊക്കെ. എങ്ങനെയൊക്കെയോ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഇതേ തിരിച്ചു നേരെ നമ്മൾ ബസ്സിൽ കയറി ഇനി നേരെ റൂമിലോട്ട് പോവാണ്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുത്താൻ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ.